വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ പിറവിയുടെ ചൈതന്യത്തിലാണ്, ഒരു പുത്തനാണ്ടിൻ്റെ ചൈതന്യത്തിലുമാണ് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകളാണ് വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്മസ് കാലമായതുകൊണ്ട് ലോകമെമ്പാടും നിന്ന് വന്ന കുറേ കുഞ്ഞുങ്ങളോട് 7500ഓളം കുഞ്ഞുങ്ങളോട് പരിശുദ്ധ പിതാവ് നടത്തിയ അഭിമുഖവും സന്ദേശവും അവരോടുകൂടെ ചെലവഴിച്ച കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മനോഹരമാണ്, ഹൃദ്യമാണത്. യുവജനങ്ങൾ അവിരാമം, കുഞ്ഞുങ്ങൾ വിലപിടിപ്പുള്ള പാഠങ്ങൾ നമുക്ക് നൽകുകയും ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ അതെത്ര മനോഹരമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന ഒരു വലിയ സത്യമാണ് ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്. അവരിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ നമ്മൾ കണ്ടെത്തണം. ജീവിതം അതിൻ്റെ ലാളിത്യത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം എന്ന സന്ദേശമാണ്. മാർപ്പാപ്പ ഇത് പറയുന്നത് 7500 കുട്ടികളോടാണ്. വത്തിക്കാനിലെ പോൾ ആറാമൻ്റെ നാമത്തിലുള്ള ഹാളിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. ബാലന്മാരിൽ നിന്ന് നമുക്ക് പഠിക്കാമെന്ന വിഷയത്തെ മുൻനിർത്തി നടത്തപ്പെട്ട ഒരു സംഗമത്തിന് വന്നവരായിരുന്നു ഈ കുഞ്ഞുങ്ങളെല്ലാം. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ലോകത്തിന് അവിരാമം വിലപ്പെട്ട പാഠങ്ങൾ സമ്മാനിക്കുന്ന കുട്ടികളിൽ നിന്ന് നാം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം തൻ്റെ സന്ദേശത്തിൽ എടുത്തു കാട്ടിയത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക് തന്നെ വരാം. പിള്ളേരെ, കുട്ടികളെ, ബാലന്മാരെ അഭിസംബോധന ചെയ്തു, അവർക്ക് സ്വാഗതം അരുളി. ഈ സംഗമം ആസൂത്രണം ചെയ്ത എല്ലാവരെയും, അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, കർദിനാളൊക്കെയുണ്ട്. വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഒരു കാര്യാലയമാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, സംഘാടകർക്കും, കുഞ്ഞുങ്ങൾക്കും, കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്കും, മാതാപിതാക്കന്മാർക്കും എല്ലാം മാർപ്പാപ്പ നന്ദി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സന്ദേശം പറഞ്ഞത്. മാർപ്പാപ്പയുടെ വാക്കുകൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. നമുക്ക് ബാലന്മാരിൽ നിന്നും പഠിക്കാം. അതാണ് ഈ സംഗമത്തിൻ്റെ ഒരു പഠന വിഷയമായി, മുദ്രാവാക്യമായി സ്വീകരിച്ചത്. എന്നാൽ എന്താണ് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പഠിക്കുവാനുള്ളത്? മാർപ്പാപ്പ ചോദിക്കുകയാണ്. എന്താണ് ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്? എന്തെങ്കിലും പഠിക്കാനുണ്ടോ? മാർപ്പാപ്പ അവരോട് ചോദിച്ചു. നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പഠിക്കുവാനാകുമോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് മാർപ്പാപ്പ ആദ്യം അവരോട് പറയുന്നത്. പിള്ളേരോട് മനസ്സിലാകുന്ന ഭാഷയിലാണ് മാർപ്പാപ്പ ഈ സന്ദേശം അവർക്ക് നൽകിയത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുവാനാകുമോ ഇല്ലയോ? അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. പിള്ളേരല്ലേ, മാർപ്പാപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിരിക്കുകയും അല്പം ഒച്ച വെക്കുകയൊക്കെ ചെയ്തു. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വലിയ ബഹളമൊക്കെ വെക്കുന്നത് കൊണ്ട്. അപ്പോൾ ഉച്ചത്തിൽ അവർ പറയുകയാണ്, ഒത്തിരി പഠിക്കാനുണ്ട്, ആവും, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അതാണ് സത്യം, അത് ശരിയാണ്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും പഠിക്കണം, കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം. നിങ്ങളെ കാണുമ്പോഴെല്ലാം എനിക്ക് സന്തോഷമാണ്. മാർപ്പാപ്പ പറഞ്ഞു, എനിക്ക് ആനന്ദമാണ്. കാരണം പുതിയ എന്തെങ്കിലും നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും മാർപ്പാപ്പമാരെല്ലാം അവരെ ആശീർവദിക്കുകയും അവരെ ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എനിക്ക് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം മാർപ്പാപ്പ പറയുകയാണ്, ജീവിതം അതിൻ്റെ ലാളിത്യത്തിൽ എത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു, മുതിർന്നവരെ പഠിപ്പിക്കുന്നു, എന്നെ പഠിപ്പിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാളിത്യം, കുഞ്ഞുങ്ങളുടെ ലാളിത്യമാണത്. കോംപ്ലിക്കേഷൻ ഇല്ല, അവർ സങ്കീർണതയില്ല, ലാളിത്യമാണ്.
കുഞ്ഞുങ്ങളുടെ മുഖമുദ്രയാണിത്. അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളത് പഠിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. കൂട്ടായി സംഗമിക്കുന്നത് എത്ര മനോഹരമാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 7500 കുട്ടികൾ ഒന്നിച്ചു വന്നിരിക്കുന്നു. ഒന്നിച്ചെല്ലാ കുട്ടികളും കൂടി ആയിരിക്കുന്നതും മനോഹരമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദൈവത്തിൻ്റെ 2 സമ്മാനങ്ങളാണ് ഈ 2 കാര്യങ്ങളും. എന്തൊക്കെയാണ്? ഒത്തൊരുമിച്ചായിരിക്കുന്നതും ലാളിത്യവും ദൈവത്തിൻ്റെ വലിയ സമ്മാനങ്ങളാണ്. നമുക്ക് അത് ലോകത്തോട് പറയണം. കുഞ്ഞുങ്ങളോട് മാർപ്പാപ്പ പറയുകയാണ്, കുഞ്ഞുങ്ങളോട് ഇത് നമുക്ക് ലോകത്തോട് പറയണം, നമുക്ക് ഒത്തൊരുമിച്ച് അത് ചെയ്യാം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അവരെ കൊണ്ട് സംസാരിപ്പിച്ചും പറഞ്ഞുമാണ് മാർപ്പാപ്പ ഈ ടോക്ക് പറയുന്നത്. വലിയ ഒരു ആധികാരികമായ വലിയ പ്രബന്ധ അവതരിപ്പിക്കലല്ല നടത്തിയത്. ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റു പറയണം. മാർപ്പാപ്പ അവരുമായുള്ള കണ്ടുമുട്ടലിലെ സംഗമത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ അവരുമായി ഏറ്റുപറയിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. അതിലാദ്യമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി പറയുക, ഒന്നിച്ചു പറയണം, ജീവിതം ഒരു സമ്മാനമാണ്. മനോഹരം, ജീവൻ തന്നെ ഒരു സമ്മാനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയാൻ പറഞ്ഞു. കൊച്ചുങ്ങൾ ആദ്യം കുറേ പതുക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വലിയ ബഹളം വെച്ചില്ല. എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഉറക്കെ പറ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ അവർ ഉടനെ എല്ലാവരും കൂടെ പറഞ്ഞു, ജീവിതം ഒരു സമ്മാനമാണ്. മാർപ്പാപ്പ പറഞ്ഞു, മനോഹരമായ ഒരു സമ്മാനം. നാം എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം ശത്രുക്കൾ ആണോ? മാർപ്പാപ്പ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അവർ പ്രതിധരിച്ചു, അല്ല. കുഞ്ഞുങ്ങളല്ലേ, അവർ ആ സിംപ്ലിസിറ്റിയിൽ, ആ ലാളിത്യം മാർപ്പാപ്പ പറഞ്ഞ അവരുടെ പ്രത്യേകതയിൽ പറഞ്ഞു, അല്ല. എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, മാർപ്പാപ്പ പറഞ്ഞു. കേൾക്കുന്നില്ല, ഉറക്കെ പറ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല. ഉടനെ അടുത്ത ചോദ്യം, നാം ശത്രുക്കളാണോ? അപ്പം കുഞ്ഞുങ്ങൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ ശത്രുക്കൾ. നാം സഹോദരീ സഹോദരന്മാരാണോ? അതെ, അവർ പ്രത്യുത്തരിച്ചു. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, വളരെ നല്ലത്, വളരെ നല്ലത്, നിങ്ങൾ ശരിയായി പ്രതികരിച്ചു. അപ്പോൾ സിമ്പിളായാണ് മാർപ്പാപ്പ ഈ കാര്യം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ സ്വീകരിക്കേണ്ട, മുതിർന്ന ആളുകൾ സ്വീകരിക്കേണ്ട ഒരു ശൈലി തന്നെ അവിടെ നമുക്ക് വ്യക്തമാണ്. വാസ്തവത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു വലിയ വീട്ടിൽ ഒന്നിച്ചു കൂടുന്ന സഹോദരീ സഹോദരന്മാരെ പോലെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈശോ നമുക്ക് തന്ന വലിയ ഭവനമാണിത്. കാരണം ഭവനമാണിത്. സഭ ഒരു കുടുംബമാണ്. മാർപ്പാപ്പ അവരോട് പറയുകയാണ്, സഭയിലാണ് ഒന്നിച്ചു, സഭയുടെ കേന്ദ്രസ്ഥാനത്താണ്, വത്തിക്കാനിലാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. എല്ലാവരും നമ്മളൊരു കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. സഭയൊരു കുടുംബമാണ്, സഭയൊരു ഭവനമാണ്. കർത്താവ് എപ്പോഴും നമ്മെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന സ്ഥലമാണിത്. നമ്മളെ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നു. ഈ ഒരു സന്ദേശം പിള്ളേരുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ ആയി സ്വാഗതം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഓരോരുത്തരെയും വ്യക്തിപരമായി. പക്ഷേ നിങ്ങൾ വളരെയധികം പേരുണ്ടല്ലോ, 7500 പേരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരെയും പൊതുവായി സ്വാഗതം ചെയ്യുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. തുടർന്ന് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിസ്മയനീയരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നവരാണ്. നിങ്ങളുടെ പ്രായം മനോഹരമാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രായം മനോഹരമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മുന്നോട്ട് പോവുക, നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം. നിങ്ങൾ സഭയിലാണ്. ഇപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. മാർപ്പാപ്പരോട് പറയുകയാണ്, യുദ്ധങ്ങൾ നടക്കുന്ന, രോഗങ്ങളുള്ള, പലായനം ചെയ്യേണ്ടി വരുന്ന, നമുക്കറിയാം കുടിയേറേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒത്തിരി സഹിക്കുന്നവർ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മളവരെ മറക്കരുത്. ഏതാനും കാര്യങ്ങൾ മാർപ്പാപ്പ എടുത്തു പറയുന്നത്, കാലാവസ്ഥാ ദുരന്തങ്ങളിൽ നിന്നും
ദാരിദ്ര്യത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും എല്ലാം സഹിക്കുന്നവരെ നമ്മൾ ഓർക്കണം എന്നാണ്. ലോകത്തിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന, അത് യുദ്ധമാണ് എന്ന് മാർപ്പാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. യുദ്ധം ചെയ്യുന്ന, ലോകത്തെ നശിപ്പിക്കുന്ന മോശം മനുഷ്യരുമുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് മോശം കാര്യങ്ങൾ ചെയ്യണോ എന്ന് ഉടനെ ചോദിക്കുക മാർപ്പാപ്പ അവരോട്. ഇങ്ങനെയുള്ളവരുണ്ട്, നിങ്ങൾക്ക് മോശം ചെയ്യുന്നവരാകണമോ? അപ്പം കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് സഹായിക്കണോ എന്ന് ചോദിച്ചു. അടുത്തൊരു ചോദ്യം. അപ്പം കുഞ്ഞുങ്ങൾ പറഞ്ഞു, വേണം, എനിക്ക് അത് ഇഷ്ടമാണ്, സേവനം ചെയ്യുന്ന ഇഷ്ടമാണ്, നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. തുടർന്ന് മാർപ്പാപ്പ പറഞ്ഞു, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യം മുതിർന്നവരായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നേരിട്ട് വരുന്ന ഒരു അടയാളമാണ്. സംഘടിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, മാർപ്പാപ്പയുണ്ട്, ഏതാനും കർദ്ദിനാളന്മാരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു അടയാളമാണ് നിങ്ങൾ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മുതിർന്നവർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർപ്പാപ്പ ഓരോന്നും പറയുമ്പോൾ ഉടനെ അവർ ഉത്തരം പറയുകയാണല്ലോ. നമ്മൾ സ്വാഭാവികമായി കുഞ്ഞുങ്ങളുടെ ഒരു ശൈലി അതാണ്. അത് മാർപ്പാപ്പ പറയുകയാണ്, ഈ പെട്ടെന്ന് നിങ്ങൾ ഉത്തരം തരുന്ന ആ രീതി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സന്ദേശവും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുതിർന്നവർ എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം മുതിർന്നവർ കുട്ടികളെ പ്രത്യേകം ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പലപ്പോഴും കുഞ്ഞുങ്ങളെ ഒന്നും അറിയത്തില്ലാത്തവരായി, വേണ്ടത്ര ഉത്തരവാദിത്തമില്ലാത്തവരായി കാണുന്ന ആളുകളുണ്ടായിരുന്നു. അവരോട് ആലോചിക്കാറില്ല, അവരെ കേൾക്കാറില്ല, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതലായി കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അവരെ വിസ്മരണീയരാണ്, അത്ഭുതപ്പെടുത്തുന്നവരാണ്, അത്ഭുതകരമായ കഴിവുകളുള്ളവരാണ് എന്ന ആ അവബോധത്തെ പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കാണണം. മുതിർന്ന തലമുറയേക്കാൾ എത്രയോ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ വരും തലമുറകൾ എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ ഉടനെ അത് കാണാൻ പോകുന്നു. മാർപ്പാപ്പ ഇങ്ങനെ ആമുഖം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവരുമായി സംവാദിക്കുകയാണ്. അവർ ചോദ്യം ചോദിക്കാൻ അവരോട് അനുവദിക്കുകയാണ് ആ ചോദ്യങ്ങളിലേക്ക്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ചില ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ വിരസത മാറ്റാൻ ഞാനിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കേൾക്കട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എന്നിട്ട് ഒത്തിരി നന്ദി അവർക്ക് രേഖപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ ഓർമ്മിക്കണം, ജീവിതം വിസ്മരണീയമായ ഒരു സമ്മാനമാണ്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. ജീവനെ മാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം, കാത്തു സംരക്ഷിക്കണം, പരിപോഷിപ്പിക്കണം. അതാണ് പ്രധാനമായ കാര്യം. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അതുകൊണ്ട് അതൊന്ന് ഒന്നുചേർന്ന് പറയാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ അത് ജീവിതം വിസ്മരണീയമായ ഒരു സമ്മാനമാണ്. അപ്പോൾ അതെല്ലാവരോടും കൂടി പറയിപ്പിച്ചു മാർപ്പാപ്പ. അവരെല്ലാം പറഞ്ഞു, ജീവിതം വിസ്മരണീയമായ ഒരു സമ്മാനമാണ്, ആ തരത്തിൽ ജീവിതത്തെ സ്വീകരിക്കണം. അടുത്തൊരു വാചകം മാർപ്പാപ്പ പറഞ്ഞു, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമുക്ക് ഒത്തൊരുമിച്ചായിരിക്കുന്നതും സംസാരിക്കുന്നതും പങ്കുവയ്ക്കുന്നതും നൽകുന്നതും എല്ലാം വളരെ നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കുക. ഈ കുഞ്ഞുങ്ങളോട് മാർപ്പാപ്പ സ്നേഹപൂർവ്വം പറഞ്ഞ, വാത്സല്യപൂർവ്വം പറഞ്ഞ വാക്കുകളാണ്. അത് കഴിഞ്ഞ് മാർപ്പാപ്പ തൻ്റെ ഈ ആമുഖ ചിന്ത അവസാനിപ്പിച്ചു. ദിവ്യനാഥ നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ അമ്മ കന്യകാമറിയം ദിവ്യനാഥയോട് പ്രാർത്ഥിക്കുന്നു എന്ന് എപ്പോഴും ഉറപ്പാക്കുക. നിങ്ങൾ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അമ്മ നമുക്ക് എപ്പോഴും സഹായമാണ്. എന്നിട്ട് ഉടനെ മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ മാതാവിനോട് മറിയത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ ഉടനെ മറുപടി പറഞ്ഞു, ഉണ്ട് എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ നമ്മുടെ ദിവ്യനാഥയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ കൂടുതൽ ഉച്ചത്തിൽ പറഞ്ഞു, ഉണ്ട് ഉണ്ട് പിതാവേ. എപ്പോഴും പ്രാർത്ഥിക്കുക.
അത് കഴിഞ്ഞ് ഒരിക്കലും അത് നിർത്തരുത്. മാതാവിനോടുള്ള പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ പിതാവ് അവരോട് അഭ്യർത്ഥിച്ചു. എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണിത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് പറഞ്ഞ സന്ദേശം. ഇത് ആമുഖമായി പറഞ്ഞ വാക്കുകളാണ്. മാർപ്പാപ്പ പറഞ്ഞതുപോലെ പിന്നീട് കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് കൊടുത്തത്. അത് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിരസമാകും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കട്ടെ, ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗമം മുന്നോട്ട് പോയത്. കുട്ടികളോടുള്ള സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉരുത്തിരിഞ്ഞു വന്നൊരാശയം മാർപ്പാപ്പ പറഞ്ഞു. സമാധാനത്തിനായുള്ള കുട്ടികളുടെ നിലവിളിയാണ് ഞാൻ അവരിൽ നിന്ന് കേട്ടത്. അത് ലോകം കേൾക്കട്ടെ എന്ന ആശംസയാണ് മാർപ്പാപ്പ നൽകിയത്. നമുക്ക് അതിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. ആദ്യമായി സംസാരിച്ചത് ഇസിദോർ എന്ന ഒരു കുട്ടിയാണ്. 9 വയസ്സുണ്ട്. അദ്ദേഹം ആ കുഞ്ഞ് മാർപ്പാപ്പയോട്, ഹലോ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഞാൻ ബ്രസീലിൽ നിന്നും വരുന്നു. കുട്ടികളായ ഞങ്ങൾക്ക് ഈ ഭൂമിയെ രക്ഷിക്കാനാകും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇതായിരുന്നു ഒരു ചോദ്യം ആ കൊച്ച് ചോദിച്ചത്. ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ സാധിക്കുമോ? മാർപ്പാപ്പ പറഞ്ഞു, തീർച്ചയായും സാധിക്കും. കാരണം നിങ്ങൾ നിഷ്കളങ്കരാണ്, നിഷ്കപടരാണ്. ഭൂമിയെ നശിപ്പിച്ചാൽ നാം എല്ലാം നശിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാപ്പ പറയുകയാണ്, നാം ഭൂമിയെ സംരക്ഷിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് അതറിയാമോ? മാർപ്പാപ്പ ചോദിച്ചു. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പറയാം, സാവകാശം പറയാം, അരോചകമുണ്ടാകാതെ നമുക്ക് പറയാം. ഈ വാചകമാണ് മാർപ്പാപ്പ അവിടെ അടിവരയിട്ടത്, കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പതിയാൻ ആഗ്രഹിച്ചത്. ഭൂമിയെ നശിപ്പിച്ചാൽ നാം എല്ലാവരും നശിക്കും. കുട്ടികളെ കൊണ്ട് ആവർത്തിപ്പിച്ചത് പറയിപ്പിച്ചു. മാർപ്പാപ്പ 3 പ്രാവശ്യം അവരെ കൊണ്ട് പഠിപ്പിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഞാനിത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികളോട് സിമ്പിളായാണ് അദ്ദേഹം പറയുന്നത്. 2 ചാക്രിക ലേഖനങ്ങൾ മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. അങ്ങേക്ക് സ്തുതി എന്ന പേരിലും ദൈവത്തിന് സ്തുതി എന്ന പേരിലും 2 ചാക്രിക ലേഖനങ്ങൾ. അതിൻ്റെ വിഷയം പരിസ്ഥിതിയും ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയെ ലോകത്തെ നമ്മൾ നശിപ്പിക്കാതിരിക്കണം, പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം, അന്യായമായി ഭൂമിയെ ചൂഷണം ചെയ്യാതിരിക്കണം. നമ്മുടെ ജീവിതത്തെ ആവശ്യത്തിൽ ചുരുക്കണം, ആവശ്യം കൊണ്ട് ജീവിക്കണം. വരും തലമുറയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഈ കാര്യം ഈ ലോകത്തെ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചത്. ഭൂമിയെ നശിപ്പിച്ചാൽ നാം എല്ലാം നശിക്കും എന്ന് പറഞ്ഞു വെച്ചത്. നിങ്ങൾക്കറിയില്ലേ, മാർപ്പാപ്പ ചോദിച്ചു, നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഈ ഭൂമിയാണ്. ഭൂമി നമുക്ക് പ്രാണവായു തരുന്നു, ഭൂമി നമുക്ക് വെള്ളം തരുന്നു, ഭൂമി നമുക്ക് സസ്യങ്ങളെ തരുന്നു, ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പം എല്ലാം ഈ ഭൂമിയിൽ ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. വായു അതുകൊണ്ട് മലിനമാക്കരുത്, ഭൂമി ജലത്തെ നമ്മൾ മലിനമാക്കരുത്, സസ്യങ്ങളെ എല്ലാം ആവശ്യമില്ലാതെ മരങ്ങളെ വെട്ടിക്കളയരുത്, സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും സുസ്ഥിതിക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ന സത്യമാണ്. മാർപ്പാപ്പ ഈ കുഞ്ഞു ചോദിച്ച, ഇസിദോർ എന്ന് പറയുന്ന ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ബ്രസീലിൽ നിന്നുള്ള കുട്ടിക്ക് നൽകുന്ന ഉത്തരം, എല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നുകൂടി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയിപ്പിച്ചു, ഭൂമിയെ നശിപ്പിക്കുക എന്നാൽ നമ്മെ തന്നെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും ഉത്തരമാണ് ആ കുഞ്ഞിന് ലളിതമായി മാർപ്പാപ്പ പറഞ്ഞു കൊടുത്തത്. അത് പ്രധാനമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. രണ്ടാമതൊരു കൊച്ച് ചോദിച്ചത്,
പ്രിയ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഞാൻ റാനിയയാണ്, പാലസ്തീൻകാരിയാണ്. അവൾ പറഞ്ഞു, എൻ്റെ ചോദ്യം ഇതാണ്: മൂന്നാം ലോകമഹായുദ്ധമുണ്ടായാൽ പിന്നെ സമാധാനമുണ്ടാകുമോ? നമുക്കറിയാം, ലോകം പേടിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, ഹമാസുമായിട്ടുള്ള യുദ്ധമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇറാനും മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെട്ടപ്പോൾ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്ന ഒരു ഭീതി പോലും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുഞ്ഞ്, പാലസ്തീനിൽ നിന്നുള്ള കുഞ്ഞ് ചോദിക്കുന്നത്. ഇതാണ് ചോദ്യം: മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ പിന്നെ സമാധാനമുണ്ടാകുമോ? പിന്നെ ലോകം കാണുമോ? നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്ന ചോദ്യമാണ്. മാർപ്പാപ്പ കുഞ്ഞിനോട് മറുപടി പറഞ്ഞു, നീ ചോദിച്ചത് ഇപ്പോൾ ഏറെ സഹിക്കുന്ന നിൻ്റെ നാടിനെയും സ്പർശിക്കുന്ന ഒരു കാര്യമാണല്ലോ. മൂന്നാം ലോകമഹായുദ്ധം എല്ലാ രാജ്യങ്ങളെയും സ്പർശിക്കുന്നു, പക്ഷെ നിന്നെ പ്രത്യേകം സ്പർശിക്കുന്ന ഒരു കാര്യമാണല്ലോ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്നാണല്ലോ നീ ചോദിച്ചത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടല്ലോ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുക, മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ലോകത്താകമാനം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു. പാലസ്തീനിൽ മാത്രമല്ല, അത് ദക്ഷിണ ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. കോങ്കോയിൽ, മ്യാൻമറിൽ ലോകത്താകമാനം യുദ്ധം പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവയെല്ലാം നിഗൂഢമായ യുദ്ധങ്ങളാണ്. മൊസാംബിക്കിൽ യുദ്ധമുണ്ട്. ലോകത്താകെ അസമാധാനമുണ്ട്, യുദ്ധങ്ങളുണ്ട്, കലഹങ്ങളുണ്ട്. മാർപ്പാപ്പ അതാണ് പറയുന്നത്. നാം വളരെ ഹീനമായ ഒരു യുദ്ധത്തിലൂടെ കടന്നു പോവുകയാണ്, മാർപ്പാപ്പ പറഞ്ഞു. യുദ്ധം നമ്മുടെ സമാധാനം എടുത്തു കളയുന്നു. നാം സമാധാനത്തെക്കുറിച്ച് ഇത്തിരി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്ന് പറയുകയാണ് കുഞ്ഞുങ്ങളോട്. നമുക്ക് താഴ്ന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറയാം. അതുകൊണ്ട് മാർപ്പാപ്പ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നമുക്ക് സമാധാനത്തിനായി പ്രവർത്തിക്കാം. എല്ലാവരും ഒന്ന് ആവർത്തിക്കാൻ മാർപ്പാപ്പ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് സമാധാനത്തിനായി പ്രവർത്തിക്കാം. എല്ലാവരും അത് ആവർത്തിച്ചു. ഈ പെൺകുട്ടി, മാർപ്പാപ്പ പറഞ്ഞു, അവളുടെ പേര് റാനിയ എന്നാണ്. അവളുടെ മാതൃരാജ്യത്ത് യുദ്ധം നടക്കുകയാണ്. അവിടെ വലിയ സഹനങ്ങളാണുള്ളത്. ഒത്തിരി ആളുകൾ സഹിക്കേണ്ടി വരുന്നു, അനേകർ മരിച്ചു. നമുക്കെന്തെങ്കിലും ചെയ്യാം, മാർപ്പാപ്പ പറയുകയാണ്. നിശബ്ദതയിൽ നമുക്ക് റാനിയായെയും അവളുടെ മാതൃരാജ്യത്തെ ജനങ്ങളെയും അഭിവാദനം ചെയ്യാം. റാനിയ, മാർപ്പാപ്പ പറഞ്ഞു, നീയും പാലസ്തീൻ ജനത ആകെയും അറിയട്ടെ, ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നു എന്ന കാര്യം. എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സമാധാനം എല്ലാവർക്കും വേണം, അത് മനോഹരമാണ്. എല്ലാവരും ഒന്നു ചേർന്ന് സമാധാനം മനോഹരമാണ് എന്ന് നമുക്ക് പറയാം. കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു, എല്ലാവരും പറഞ്ഞു സമാധാനം മനോഹരമാണ്. മാർപ്പാപ്പ ആ കുഞ്ഞിന്, റാനിയായിക്ക് നന്ദി പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം ത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പ ആ കുഞ്ഞുങ്ങളോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ ചെയ്യേണ്ട കാര്യം, സഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കണമെന്ന കാര്യമെല്ലാം പറഞ്ഞ് ലോകത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. ക്രിസ്മസിൻ്റെ ചൈതന്യത്തിലാണ് നാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് എല്ലാ കാലത്തും നൽകുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാ മനുഷ്യരും സമാധാനത്തിന് വേണ്ടി സന്മനസ്സ് കാണിക്കേണ്ട സമയമാണിത്. അതിലപ്പുറം നമുക്കറിയാം, കർത്താവ് മലയിലെ പ്രസംഗത്തിൽ നമ്മുടെ സുവിശേഷ മൂല്യങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നു ഇതുതന്നെയാണ്. സമാധാന പാലകർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്ന് എല്ലാ മനുഷ്യരിലും, പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമ്മിലും രൂപപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണിത്. സമാധാനമുണ്ടാക്കാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ചിന്തിക്കണം. കുഞ്ഞുങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു ലോകം, ഒരു ഭാവി നമ്മൾ യുദ്ധങ്ങൾ ഒഴിവാക്കി ജീവിക്കാനായിട്ട് ഇടയാകുന്നത്. സ്വാർത്ഥതയിൽ നിന്ന്, വ്യക്തി താല്പര്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മൾ പിന്തിരിയുമ്പോഴാണ് പൊതുവിലുള്ള നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനും നന്മയുണ്ടാകാനും ഇടയാകുന്നത്. ഒരു പുത്തനാട്ടിലാണ് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്.
പുത്തനാടിൻ്റെ മംഗളങ്ങൾ, സമാധാനം നിറഞ്ഞൊരു ലോകമുണ്ടാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുട്ടികളുമായുള്ള ഈ സംഗമം തീർന്നിട്ടില്ല. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരുകയും അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.